രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചുള്ള അധിക്ഷേപങ്ങളും വിവാദങ്ങളും ആരോപണങ്ങളുമൊക്കെ പാർട്ടിക്കകത്ത് തന്നെ, അതായത് യൂത്ത് കോൺഗ്രസിനകത്തുള്ള പലരും തന്നെ പറഞ്ഞ് പങ്കുവെക്കുന്നുണ്ട്. അതായത് ഈ ഷോർട്സ്, റീൽസ്, ചില പോസ്റ്റുകൾ, ഇതിലപ്പുറമൊന്നും ഷാഫി പറമ്പിലും രാഹുലും ഇല്ല എന്നാണ് കോൺഗ്രസിലെ തന്നെ ആളുകൾ പറയുന്നത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ അടുത്ത കാലത്ത് വന്ന ആരോപണങ്ങൾ അത് എത്ര മൂടിവെക്കപ്പെട്ടാലും സത്യമൊരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് പറയുന്നത് പോലെ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു. പിന്നെ അതിന്റെ വാ മൂടിക്കെട്ടാൻ, പറയുന്നവരുടെയൊക്കെ വാ മൂടിക്കെട്ടാൻ പലരും ശ്രമിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ എല്ലാവരുടെ കയ്യിലും, ചില വ്യക്തികളുടെ കയ്യിൽ പേഴ്സണലായി ചില തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ മാധ്യമങ്ങൾ ഉന്നയിച്ചിട്ട് പോലും അദ്ദേഹം കേസ് കൊടുക്കാൻ തയ്യാറാകാതെ രണ്ട് ഇംഗ്ലീഷ് വാക്ക്, അതായത് ഹു കെയേഴ്സ്, ഹു കെയേഴ്സ്, ഹു കെയേഴ്സ്, അങ്ങനെ 3 തവണ പറഞ്ഞ് അദ്ദേഹം നിർത്തിയത്. ഇപ്പോൾ രാഹുലിന്റെ പേര്, ഇരട്ട പേര് ഹു കെയേഴ്സ് എന്നായി എന്നുള്ളത് പോലും യൂത്ത് കോൺഗ്രസിനിടയിൽ പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ പലരും പറയുന്നത് തന്നെയാണ്. അതായത് ഈ സതീശൻ വളർത്തിക്കൊണ്ടുവരുന്ന എന്താ പറയുക, രണ്ടാളുകളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. സതീശൻ എന്ത് പറയുന്നു അത് കേട്ടനുസരിച്ച് ഈ ചങ്ങലക്കിട്ടിരിക്കുന്ന രണ്ടുപേരെ പോലെയാണ് ഷാഫിയും രാഹുലും പെരുമാറുന്നത് എന്നുള്ളതാണ്. സ്വന്തമായ ഒരു നിലപാട് പോലും ഇല്ലാത്ത ആളുകളാണ് ഇവർ രണ്ടുപേരും എന്നാണ് പുറത്ത് പലരും പറയുന്നത്. യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ പലരും പറയുന്നത്. കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ ഒരു നേതൃസംഗമത്തിൽ എത്താൻ പോയ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറങ്ങിപ്പോകാൻ നിന്നപ്പോൾ അവിടുത്തെ പ്രവർത്തകർ തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, അതിനുള്ള മറുപടി തന്നിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി, തൽക്കാലം ഓടണ്ട. ഇതെന്ന് സംസാരിച്ചതിന് ശേഷം, അതായത് ചില സ്ത്രീ വിഷയത്തിലെ ആരോപണങ്ങളും വയനാട് പുനരധിവാസ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും 740 കോടിയുടെ കണക്കുകളും ഒക്കെ ഇവിടെ പറഞ്ഞു വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെ പിടിച്ചിരുത്തുന്ന ഒരു നിലപാട് വരെ കണ്ടു. അതായത് യൂത്ത് കോൺഗ്രസിന് മുഴുവനായി രാഹുൽ മാങ്കൂട്ടത്തിനെ, ഷാഫി പറമ്പലിനെ മടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഷാഫി മാറിക്കൊടുത്തിട്ട് രാഹുൽ പാലക്കാട് വന്നു, രാഹുൽ മാറിക്കൊടുത്തിട്ട് ഷാഫി വന്നു. ആ നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. വി ഡി സതീശനാണ് ഇനി മുഖ്യമന്ത്രി ആകുന്നതെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരു മുഖ്യമന്ത്രി പദം കൂടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ചുറ്റിപ്പറ്റി ഉയരുന്ന വിവാദങ്ങളിൽ യൂത്ത് കോൺഗ്രസ് അസ്വസ്ഥരാണ്. വയനാട് പുനരധിവാസത്തിന് വേണ്ടിയുള്ള ഫണ്ട് പിരിവ്, അധ്യക്ഷനെ ചുറ്റിപ്പറ്റിയുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങൾ എന്നിവയാണ് തിരഞ്ഞെടുപ്പ് വർഷത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഘടകത്തെ അസ്വസ്ഥമാക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനം. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ഘടകങ്ങളിലും ഈ വിമർശനം ശക്തമാണ്. ഇന്നലെ നടന്ന ഇടുക്കി ജില്ലാ നേതൃസംഗമത്തിലും രാഹുൽ ഏകാധിപതിയെ പോലെ പെരുമാറുന്നുവെന്ന വിമർശനം ഉയരുന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു വിമർശനം രൂക്ഷമായതോടെ രാഹുൽ വേദി വിട്ട പുറത്തുപോയി. ആരോപണം കേട്ട് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് പ്രവർത്തകർ തടഞ്ഞതോടെ വീണ്ടും മടങ്ങിയെത്തി. ചാനൽ ചർച്ചയിലൂടെ പ്രശസ്തനാവുകയും നേതാക്കളുടെ ഇഷ്ടക്കാരനാവുകയും ചെയ്തതോടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിന് സംഘടനാ മര്യാദ ഇല്ല എന്നതാണ് മറ്റൊരു വിമർശനം. പാർട്ടിയുടെ താഴെത്തട്ട് മുതൽ പ്രവർത്തിച്ചു വരുന്ന പ്രവർത്തകർക്ക് ഉൾക്കൊള്ളുവാനാകാത്ത ശൈലിയാണിത്. പ്രവർത്തകർ നേരിടുന്ന പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും മനസ്സിലാക്കാനോ വ്യക്തിപരമായ താല്പര്യത്തിനപ്പുറം മെറിറ്റ് നോക്കി തീരുമാനങ്ങൾ എടുക്കുന്നതിനോ രാഹുലിന് കഴിയുന്നില്ല എന്നും വിമർശനമുണ്ട്. സംഘടനാ നേതൃത്വത്തിലേക്കും പിന്നീട് നിയമസഭാ അംഗമായും ഉയർന്നു വന്നതിന് സ്വയം സ്വീകരിച്ച വഴി മറ്റുള്ളവരും സ്വീകരിക്കണമെന്നാണ് രാഹുൽ മാങ്കൂട്ടം ആഗ്രഹിക്കുന്നതെന്ന് വിമർശനവുമുണ്ട്. സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന പ്രവർത്തകർക്ക് രാഷ്ട്രീയ പ്രവർത്തനം അസാധ്യമാക്കി തീർത്തതാണ് രാഹുൽ മാങ്കൂട്ടത്തിലും തലതൊട്ടപ്പനായ ഷാഫി പറമ്പിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റെന്നാണ് യൂത്ത് കോൺഗ്രസിലെ പ്രധാന വിമർശനം. ചാനൽ ചർച്ചയും റീൽസും ഷോർട്സുമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കർമ്മമണ്ഡലം എന്ന രീതിയിൽ ഷാഫിയോടൊപ്പം ചേർന്ന് രാഹുൽ രാഷ്ട്രീയ സംസ്കാരം മാറ്റിയെഴുതിയെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃനിരയിലുള്ളവർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. പാവപ്പെട്ട പ്രവർത്തകർക്കും നേതാക്കൾക്കും രാഷ്ട്രീയ പ്രവർത്തനം അപ്രാപ്യമാക്കുകയാണ് രാഹുലും ഷാഫിയും വഴിവെട്ടിയ റീൽസ് ശൈലി കൊണ്ടുണ്ടായ ദോഷമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റീൽസും ഷോർട്ടും ഇടാത്തവർ പ്രവർത്തനങ്ങളിൽ സജീവമല്ലെന്ന ധാരണ കോൺഗ്രസ് നേതൃത്വത്തിലേക്കും പടർന്നതോടെ ഇതിനുള്ള സാങ്കേതിക സംവിധാനം ഒരുക്കാൻ ശേഷിയില്ലാത്തവർ നിർജീവമെന്നാണ് കരുതുന്നത്. ഇതോടെ റീൽ സംസ്കാരം ശക്തിപ്പെടുകയും അതിനൊന്നും കഴിയാത്തവർ നേതൃപദവിയിൽ നിന്ന് പിന്തള്ളപ്പെടുകയും ചെയ്യുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണമാണ് ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം.
പോകുന്നിടത്തെല്ലാം റീൽസും ഷോർട്സും അല്ലാതെ വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടി വീട് കയറാനോ കുടുംബയോഗങ്ങളിൽ പോയി വോട്ട് പിടിക്കാനോ മിനക്കെടാൻ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ ശൈലി പിന്തുടരുന്നവരോ തയ്യാറാകുന്നില്ല. എന്നാൽ ചാണ്ടി ഉമ്മനെ പോലുള്ള നേതാക്കൾ 3000-ൽ പരം വീട് കയറി വോട്ട് അഭ്യർത്ഥിച്ചതിന് ഒന്നും അർഹിക്കുന്ന അംഗീകാരം കിട്ടിയില്ല. പോകുന്നിടത്ത് നിന്നല്ല റീൽസും ഷോർട്സും എടുത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് പ്രചരിപ്പിക്കുക നല്ല പണച്ചെലവുള്ള ഏർപ്പാടാണ് എന്നതാണ് സാധാരണ പ്രവർത്തകരെയും സാമ്പത്തിക ശേഷിയില്ലാത്ത നേതാക്കളെയും വിഷമിപ്പിക്കുന്നത്. ഒരിടത്തേക്ക് എത്തുന്നത് മുതൽ അവിടെ ഏർപ്പെടുന്ന പ്രവർത്തനം വരെയുള്ളവ ചിത്രീകരിക്കണമെങ്കിൽ ക്യാമറയും ക്യാമറാമാനെയും ഏർപ്പെടുത്തണം. സ്ഥിരമായി ക്യാമറയും ക്യാമറാമാനും വേണമെങ്കിൽ ശമ്പളം കൊടുത്ത് ആളെ നിർത്തിയേ മതിയാകൂ. പോകുന്നിടത്തെല്ലാം ഇവരെ കൊണ്ടു നടക്കണമെങ്കിൽ കാർ വേണം. കാർ ഓടിക്കാൻ നിയോഗിക്കുന്ന ഡ്രൈവറുടെ ശമ്പളവും ഇന്ധന ചെലവും വേറെ. പാർട്ടി കമ്മിറ്റിക്ക് എത്താൻ പോലും കാശ് തികയാത്ത സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന നേതാക്കൾക്ക് ഇതിനൊന്നും കഴിവില്ല. റീൽസും ഷോർട്സും ഒന്നും കാണുന്നില്ലല്ലോ, എന്താ സജീവമല്ലേ എന്ന സീനിയർ നേതാക്കൾ പോലും ചോദിച്ചു തുടങ്ങിയതോടെ നല്ല സാമ്പത്തിക പശ്ചാത്തലമില്ലാത്തവർക്ക് കോൺഗ്രസിൽ നിൽക്കാനാകാത്ത സ്ഥിതിയെന്നാണ് യുവ നേതാക്കൾ തുറന്നു സമ്മതിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ പ്രയോജകനായ ഷാഫി പറമ്പിലും പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം ഉണ്ടാക്കിയ വിനയാണിതെന്നും അവർ മടിയില്ലാതെ പറയുന്നുണ്ട്. അതിനിടെ രാഹുലിനെതിരെ വ്യാപകപരമായ ആരോപണങ്ങൾ കൂടി ഉയർന്നതോടെ സംഘടന വലിയ പ്രതിസന്ധിയിലുമാണ്. സംഘടനയിലേക്ക് പെൺകുട്ടികളെ ഉൾപ്പെടെ വനിതകളെ കൂടുതൽ ആകർഷിക്കേണ്ട കാലഘട്ടത്തിൽ സംശുദ്ധമായ പ്രവർത്തന ശൈലിയും ചരിത്രവും ഉള്ളവർ നേതൃതലങ്ങളിൽ എത്തേണ്ടതിന്റെ ആവശ്യകതയാണ് പ്രവർത്തകർ ഉയർത്തിക്കാട്ടുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് പുറത്തുവരുന്നതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് യൂത്ത് കോൺഗ്രസിലുള്ള പ്രവർത്തകർ തന്നെ പറയാതെ പറയുന്നത്. ചാണ്ടി ഉമ്മനെ പോലുള്ളവർ, ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടർന്ന് വന്ന മകൻ ചാണ്ടി ഉമ്മൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 3000-ഓളം വീടുകൾ കയറിയിറങ്ങി. മാത്രമല്ല കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ അവിടെ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് ഉടനടി 5 ലക്ഷം രൂപ ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ അതിൽ നിന്ന് ഉമ്മൻചാണ്ടി ചാരിറ്റിയിൽ നിന്ന് 5 ലക്ഷം രൂപ എടുത്താണ് ചാണ്ടി ഉമ്മൻ ആ ബിന്ദുവിന്റെ കുടുംബത്തിന് നൽകിയത്. ഏറ്റവും ആദ്യം അവരെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനുമായി എത്തിയത് ചാണ്ടി ഉമ്മനാണ്. ചാണ്ടി ഉമ്മൻ പക്ഷെ റീൽസ് ഇട്ടുകൊണ്ടോ അദ്ദേഹം പോകുന്നിടത്തൊക്കെ ക്യാമറാമാനെ കൊണ്ടോ അല്ലെങ്കിൽ ഡ്രൈവറെ വെച്ചുകൊണ്ടോ ഒരു സാധാരണ ബൈക്കിലൊക്കെ റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു ചാണ്ടി ഉമ്മൻ MLA നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മൻചാണ്ടി എങ്ങനെയായിരുന്നോ അതേ ശൈലി പിന്തുടരുന്ന ആളാണ് ചാണ്ടി ഉമ്മൻ. ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരൊക്കെ മാറി, പ്രത്യേകിച്ച് ന്യൂജൻ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ വിഭാഗം വരുന്നുണ്ട്. അതായത് റീൽസും ഷോർട്സും ഒക്കെ ഇട്ടുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുക, ജനങ്ങളെ സഹായിക്കുക, ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതിനുപരി ജനപ്രതിനിധി എന്നതിനപ്പുറം അവർക്ക് വേണ്ടത് സോഷ്യൽ മീഡിയയിൽ താരമാവുക, തരംഗമാവുക എന്നുള്ളതാണ്. ഈ ശൈലി പ്രയോഗിച്ചു വരുന്നത് ആദ്യം വി ഡി സതീശനാണ്. PR വർക്ക് കൊടുത്തുകൊണ്ട് വി ഡി സതീശൻ ആദ്യം പ്രതിപക്ഷ നേതാവായപ്പോൾ പല പാട്ടുകളുമൊക്കെ റീൽസിൽ ഇട്ടുകൊണ്ട് സതീശൻ നടന്നു വരുന്നത്, ഇരിക്കുന്നത്, തിന്നുന്നത്, ചർച്ച ചെയ്യുന്നത്, കാറിൽ കയറുന്നത്, കാറിൽ നിന്ന് ഇറങ്ങുന്നത്, അങ്ങനെ റീൽസോട് റീൽസ് ആയിരുന്നു. പിന്നെ കുറച്ച് നാളത്തേക്ക് അത് കാണാനില്ലായിരുന്നു. എന്ന് വെച്ചാൽ സതീശൻ ഏകദേശം ആളുകളിലൊക്കെ തിരിച്ചറിഞ്ഞു. സതീശൻ എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലായതോടുകൂടി റീൽസിന്റെ കാലം കുറച്ച് സതീശൻ ഒന്ന് ഒതുക്കി വെച്ചു. അത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഏറ്റെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഇപ്പോൾ അടുത്ത ഇലക്ഷനാണ് വരാൻ പോകുന്നത്, അസംബ്ലി ഇലക്ഷൻ വരാൻ പോവുകയാണ്. നിയോജക മണ്ഡലങ്ങളിൽ എത്തി അവനവൻ പ്രതിനിധീകരിക്കുന്ന നിയോജകമണ്ഡലത്തിലെങ്കിലും എത്തി അവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നതിനപ്പുറം ഇവർക്കൊക്കെ റീൽസിൽ ആളാവുക എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും കോൺഗ്രസിന്റെ ഭാവി എന്നത് കണ്ടു തന്നെ അറിയണം. ഊത്തന്മാരെല്ലാം കൂടെ ചേർന്ന് കോൺഗ്രസിനെ തീർക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.